ധർമ്മസ്ഥലയിലെ പുതിയ പോയിന്റിൽ നടത്തിയ പരിശോധനയിൽ അസ്ഥി ലഭിച്ചതായി സൂചന. 11ാം പോയിന്റിൽ നിന്ന് മീറ്ററുകൾ അകലെയാണ് അസ്ഥി കണ്ടെത്തിയത്. ഉന്നത ഉദ്യോഗസ്ഥരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾക്കാട്ടിൽ തെരച്ചിൽ നടത്തുകയാണ്. സരീഷ് പി കെ ചേരുന്നു വിവരങ്ങളുമായി. സരീഷ്, ഏതായാലും ഒരു അസ്ഥി കിട്ടി എന്ന് പറയുന്ന വാർത്തയാണ് ഇപ്പോൾ അവിടെ നിന്നും വരുന്നത്. മറ്റേതൊക്കെ സ്ഥലങ്ങളിലാണ് ഇനി പരിശോധനയുള്ളത്? ഒപ്പം ഈ കേസ് രേഖകൾ നശിപ്പിക്കപ്പെട്ടു എന്ന വിവരവും ഈ ദിവസമാണ് എത്തിയത്. എന്തൊക്കെയാണ് ധർമ്മസ്ഥലയിൽ നിന്ന് പങ്കുവയ്ക്കുവാനുള്ള കാര്യങ്ങൾ? നാടകീയമായ നിമിഷങ്ങളിലൂടെയാണ് ധർമ്മസ്ഥലയിലെ തിരച്ചിൽ മുന്നോട്ട് പോകുന്നത് എന്ന് വേണം പറയാൻ. കാരണം ഇനി ശേഷിക്കുന്ന ആകെ സാക്ഷി പറഞ്ഞിരുന്ന പോയിന്റുകളിൽ ശേഷിക്കുന്നത് 3 പോയിന്റുകൾ മാത്രമായിരുന്നു: 11, 12, 13. പക്ഷേ ഇന്ന് രാവിലെ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിയെങ്കിലും 11-ന് പകരം മറ്റൊരു പോയിന്റിലേക്കാണ് പോയത്. കാരണം അത് ഇതുവരെ മാർക്ക് ചെയ്യാത്ത സാക്ഷി നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം തന്നെ അവിടെ കെട്ടിത്തിരിക്കുകയും മാർക്ക് ചെയ്യുകയും സ്പോട്ട് നമ്പർ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അത്തരത്തിൽ മാർക്ക് ചെയ്യാത്ത ഒരു സ്ഥലത്തേക്കാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും ഈ സാക്ഷിയും പോയത്. അവിടെ രാവിലെ തന്നെ പരിശോധന നടത്തുകയും ചെയ്തു. അതിൽ നിന്നാണ് ഈ അസ്ഥി ലഭിച്ചു എന്ന സൂചനകൾ ലഭിക്കുന്നത്. അവിടെ ഏതാണ്ട്, അതായത് ഈ റോഡിൽ നിന്നും തൊട്ടടുത്താണ് ഈ 11-ാം പോയത്. 10, 11, 12 പോയിന്റുകൾ ഈ റോഡിന് സമീപത്ത് തന്നെയാണ്. അതിന് ഏതാണ്ട് മീറ്ററുകൾ അകലെ, ഏതാണ്ട് 100 അടിയോളം അകലെ കാട്ടിനകത്താണ് ഈ സ്പോട്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സ്പോട്ടിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. അവിടെ ഫോറൻസിക് പരിശോധനയും മഹസർ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അത് സ്ഥിരീകരിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഈ DGPയെയും അതോടൊപ്പം തന്നെ DIG അനുച്ഛേദ് ഉൾപ്പെടെയുള്ളവരെയും ബന്ധപ്പെട്ടെങ്കിലും ഒരു തരത്തിലുള്ള സ്ഥിരീകരണത്തിനും തയ്യാറായിട്ടില്ല. പക്ഷേ ഈ ബയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ഈ എല്ലുകൾ സൂക്ഷിക്കാനുള്ള സേഫ് ബോക്സ്, അതോടൊപ്പം തന്നെ ഉപ്പ്, ഈ സാധാരണഗതിയിൽ അസ്ഥികൾ മണ്ണിൽ നിന്നും ലഭിക്കുമ്പോൾ ഈ ഉപ്പ് പുരട്ടിയാണ് സൂക്ഷിക്കാറ്. കാരണം ഏതെങ്കിലും രീതിയിൽ രാസമാറ്റം സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ സൂക്ഷിക്കാറുണ്ട്. അതെല്ലാം തന്നെ ഈ കാട്ടിനകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഉദ്യോഗസ്ഥർ തിരിച്ചു വരികയും ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ധർമ്മസ്ഥലയിൽ നിന്ന് സരീഷ് പി കെയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.